ശ്രീനാരായണ ഗുരുദേവ കൃതി ഭദ്രകാളി അഷ്ടകം ലഘുവ്യാഖ്യാനം. ബ്രഹ്മശ്രീ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സർ എഴുതിയ വ്യാഖ്യാനത്തിൽ നിന്ന്. ദേവീ രൂപങ്ങളെല്ലാം ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളാണ്. മായാനിർമ്മിതമായ പ്രപഞ്ചം വിരുദ്ധങ്ങളായ രൂപഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ദേവിയെ വിരുദ്ധ രൂപഭാവങ്ങളിൽ ചിത്രീകരിക്കാൻ ഇടയായിട്ടുള്ളത്. ദേവിയുടെ അല്പം ഭയാനകമായ രൂപമാണ് ഭദ്രകാളി പ്രതീകം. എങ്കിലും ഭക്തർക്ക് ഭദ്രം ചെയ്യുന്നവളാണ് ഭദ്രകാളി. അങ്ങനെയുള്ള ഭദ്രകാളിയെ 8 സംസ്കൃത ശ്ലോകങ്ങൾ കൊണ്ട് ഭാവനിർഭരമായി സ്തുതിച്ചിരിക്കുകയാണ് ഭദ്രകാളി അഷ്ടകത്തിൽ. ഒടുവിൽ ഒരു ശ്ലോകം ഫലശ്രുതിയായും ചേർത്തിട്ടുണ്ട്. വിരുദ്ധങ്ങളായ രൂപഭാവങ്ങളിൽ ഈശ്വര സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന വിദ്യാരൂപിണിയായ ദേവിയെയാണ് ദേവീസ്തവത്തിൽ സ്തുതിച്ചിരിക്കുന്നത്. ശിവപ്രതിഷ്ഠകൾ പോലെ തന്നെ ഗുരുദേവൻ ദേവീപ്രതിഷ്ഠകളും പലത് നടത്തിയിട്ടുണ്ട്. ദേവിയുടെ വിവിധ രൂപങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഭക്തി നിർഭരങ്ങളായ സ്തോത്രങ്ങളും പലത് രചിച്ചിട്ടുണ്ട്. ശിവൻ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ബ്രഹ്മശക്തിയുടെ പ്രതീകമാണ് ദേവി. ശക്തനും ശക്തിയും രണ്ടല്ലെന്ന് നിശ്ചയമാണല്ലോ. ഒരേ വസ്തുവിൻ്റെ 2 ഭാവങ്ങൾ. ശക്തിയാണ് നിശ്ചല ബ്രഹ്മത്തിൽ പ്രപഞ്ച നാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. പ്രപഞ്ചം ശക്തിയുടെ വകയാണെങ്കിൽ ശക്തിക്ക് പല രൂപം കൈക്കൊള്ളാൻ കഴിയുമെന്ന് തീർച്ചയാണല്ലോ. ശക്തനും ശക്തിയും ഒന്നു തന്നെ ആയതുകൊണ്ട് ഭക്തന്മാർ ചിലപ്പോൾ പ്രപഞ്ചത്തെ ശക്തൻ്റെ വിവിധ രൂപങ്ങളായും ചിലപ്പോൾ ശക്തിയുടെ വിവിധ രൂപങ്ങളായും ചിത്രീകരിക്കാറുണ്ട്. എന്തായാലും ഈ രൂപവൈവിധ്യത്തിൽ ശാന്തവും ഭയാനകവും മൃദുവും കഠോരവും സുന്ദരവും വിരൂപവും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രപഞ്ചം തന്നെ വെളിപ്പെടുത്തുന്നു. ഈ പ്രപഞ്ച ദർശനത്തെ ആസ്പദമാക്കിയാണ് ബ്രഹ്മത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകങ്ങളെ വിരുദ്ധ ഭാവങ്ങളോടുകൂടി ഋഷിമാർ ചിത്രീകരിച്ച് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മൃദുവും ഘോരവും സുന്ദരവും വിരൂപവുമായ പല രൂപങ്ങളിലും ദേവീരൂപങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉപാസകന്മാരുടെ മനസ്സിൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ച് അംഗീകരിക്കാൻ വേണ്ടിയാണ് പ്രതീകങ്ങൾക്ക് ഈ വൈവിധ്യം വരുത്തിയിട്ടുള്ളത്. ഏതു ഭക്തൻ ഏതു രൂപത്തിൽ പ്രതീകത്തെ അംഗീകരിക്കുന്നുവോ ആ രൂപത്തിൽ ഭക്തന് ഭഗവത് അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഭജനരഹസ്യം. ദേവിയുടെ അല്പം ഭയാനകമായ രൂപമാണ് ഭദ്രകാളി പ്രതീകം. രജോ ഗുണാധിക്യമുള്ള മനസ്സുകൾക്ക് ഏകാഗ്രപ്പെടാൻ തക്കവണ്ണമാണ് ഭദ്രകാളിയുടെ രൂപകൽപ്പന. രൂപത്തിനല്പം ഭയാനകതയുണ്ടെങ്കിലും ഭക്തർക്ക് ഭദ്രം ചെയ്യുന്നവളാണ് ഭദ്രകാളി. സാധാരണഗതിയിൽ ദേവി ലളിതയാണ്. അസുരമർദ്ദനത്തിലും മറ്റും ഏർപ്പെടുമ്പോഴാണ് ദേവിയുടെ ഭയാനക രൂപം തെളിയുന്നത്. സ്തോത്രത്തിൽ ഗുരുദേവൻ ആദ്യമായി ഭദ്രകാളിയുടെ ബാലാംബാം രൂപമാണ് 1-ാം പദ്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ശ്ലോകം 1. ശ്രീമച്ചങ്കരപാണി പല്ലവകിരല്ലോലംബമാലോലസൻ മാലാലോലകലാപകാളകബരീ ഭാരാവലീ ഭാസുരീം കാരുണ്യാമൃതവാരിരാശിലഹരീ പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ.
ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്യങ്ങളുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാം. ശ്രീമത് ചങ്കരപാണി പല്ലവ കിരല്ലോലംബ മാലോലസൻ മാലാ ലോല കലാപകാളകബരി ഫാരാവലി ഫാസുരി. ശ്രീ പരമേശ്വരൻ്റെ കൈത്തളിർ കൊണ്ട് ബന്ധിക്കപ്പെട്ടതും വണ്ടിൻ കൂട്ടങ്ങൾ പറ്റി വിളങ്ങുന്നതുമായ പൂമാല കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കറുത്ത തലമുടിക്കെട്ടിൻ്റെ ഭാരാധിക്യത്തോടു കൂടി പ്രശോഭിക്കുന്നവളും കാരുണ്യാമൃത വാരിരാശിലഹരി പീയൂഷവർഷാവലി. കാരുണ്യമാകുന്ന അമൃത സമുദ്രത്തിൽ പൊന്തുന്ന തിരമാല പോലെ ഭക്തന്മാരിൽ കടാക്ഷാമൃതം വർഷിച്ചു കൊണ്ടിരിക്കുന്നവളും ലളിതാളകാം മനോഹരമായ കുറുനിര കൊണ്ട് ശോഭിക്കുന്നവളും ബാലാംബാം ദേവസേനാനിയായ കുമാരൻ്റെ മാതാവുമായ ഭദ്രകാളി ഭദ്രകാളി ദേവിയെ അനുദിനം ഭജേ ഞാൻ സദാ ഭജിക്കുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം ശ്രീ പരമേശ്വരൻ്റെ കൈത്തളിർ കൊണ്ട് ബന്ധിക്കപ്പെട്ടതും വണ്ടിൻ കൂട്ടങ്ങൾ പറ്റി വിളങ്ങുന്നതുമായ പൂമാല കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കറുത്ത തലമുടിക്കെട്ടിൻ്റെ ഭാരാധിക്യത്തോടു കൂടി പ്രശോഭിക്കുന്നവളും കാരുണ്യമാകുന്ന അമൃത സമുദ്രത്തിൽ പൊന്തുന്ന തിരമാല പോലെ ഭക്തന്മാരിൽ കടാക്ഷാമൃതം വർഷിച്ചു കൊണ്ടിരിക്കുന്നവളും മനോഹരമായ കുറുനിര കൊണ്ട് ശോഭിക്കുന്നവളും ദേവസേനാനിയായ കുമാരൻ്റെ മാതാവുമായ ഭദ്രകാളി ദേവിയെ ഞാൻ സദാ ഭജിക്കുന്നു. ഭദ്രകാളിയും ഭജയും. ദേവി ബ്രഹ്മശക്തിയുടെ പ്രതീകമാണല്ലോ. അപ്പോൾ ശക്തി എവിടെയൊക്കെ പ്രകടമാകുന്നുവോ അവിടെയൊക്കെ ശക്തൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അക്കാര്യം വെളിപ്പെടുത്താനാണ് ശ്രീ പരമേശ്വരൻ തന്നെ കൈത്തളിർ കൊണ്ട് ദേവിയുടെ കേശഭാരത്തിൽ പുഷ്പമാല്യം ബന്ധിച്ചതായി പ്രസ്താവിച്ചിരിക്കുന്നത്. ദേവിയെ പ്രസാദിപ്പിച്ചാൽ തുടർന്ന് ദേവന്റെ പ്രസാദം അനിവാര്യമാണെന്ന് ഭാവം. ലോലംബം വണ്ട്, കലാപം അലങ്കാരം. ദേവിയെ ഏകാഗ്ര ബുദ്ധിയോട് ഭജിക്കുന്ന ഉപാസകന് എല്ലാ ദുഃഖങ്ങളും അകന്നു കിട്ടുമെന്ന് വെളിപ്പെടുത്താനാണ് കടാശ പീയൂഷ വർഷം ചൊരിയുന്നവൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. കുമാരനെ ജനിപ്പിച്ച് ദേവസേനാനിയാക്കി അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ച അംബ ഭക്തന്റെ പ്രാർത്ഥന കേൾക്കാൻ സദാ ഒരുങ്ങിയിരിക്കുന്നവളാണെന്ന് സൂചന. അംബയുടെ രൂപവൈശിഷ്ട്യം വെളിപ്പെടുത്തുന്നവയാണ് മറ്റ് വിശേഷങ്ങളെല്ലാം. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ദേവിയുടെ കുറച്ചുകൂടി ഭയാനകമായ രൂപമാണ് ഇനിയും ചിത്രീകരിക്കുന്നത്. ശ്ലോകം 2. ഹേലാദാരിതദാരികാസുരശിര ശ്രീവീരപാണോന്മദ ശ്രേണീശോണിത ശോണിമാധരപുടീം ബീഡീരസാസ്വാദിനീം പാടീരാതിസുഗന്ധിച്ചുച്ചുകതടീം ഷാഡീകുടീരസ്തനീം ഘോടീവൃന്ദസമാനധാടിയുയുധീം ശ്രീഭദ്രകാളീം ഭജേം. വാക്യങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. ഹേലാദാരിത ദാരികാ സുരശിര ശ്രീവീര പാണോന്മദ ശ്രേണീ ശോണിത ശോണിമാധരപുടീം. വെറും കളിയായി പിളർക്കപ്പെട്ട ദാരികൻ്റെ തല കൈക്കലാക്കത്തക്കവണ്ണം വീര്യോദീപകമായി
യുദ്ധത്തിനു മുൻപ് മദ്യപാനം ചെയ്യുക നിമിത്തം മതപരമ്പര ഇളകി കടും ചുവപ്പാർന്ന ചുണ്ടോടു കൂടിയവളും വീടി രസാസ്വാദിനി, തെറുത്ത വെറ്റില ചവച്ച് രസം ആസ്വദിക്കുന്നവളും പാടീരാതി സുഗന്ധി ചുച്ചുകതടിയും, ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി മണം വിതറുന്ന മുലക്കണ്ണുകളോട് കൂടിയവളും ഷാഡി കുടീരസ്ഥനീ കോടി വൃന്ദ സമാനധാടിയുയുധീം, ഉടുപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുലകളോടുകൂടി പെൺകുതിരക്കൂട്ടത്തിന് തുല്യമായ പരാക്രമത്തോടെ യുദ്ധം ചെയ്യുന്നവളുമായ ശ്രീ ഭദ്രകാളീം ഭജേ, ശ്രീ ഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം ഇപ്രകാരമാണ്. വെറും കളിയായി പിളർക്കപ്പെട്ട ദാരികൻ്റെ തല കൈക്കലാക്കത്തക്കവണ്ണം വീരോദീപകമായ യുദ്ധത്തിനു മുൻപ് മദ്യപാനം ചെയ്യുക നിമിത്തം മതപരമ്പര ഇളകി കടും ചുവപ്പാർന്ന ചുണ്ടോടു കൂടിയവളും തെറുത്ത വെറ്റില ചവച്ച് രസം ആസ്വദിക്കുന്നവളും ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി മണം വിതറുന്ന മുലക്കണ്ണുകളോട് കൂടിയവളും ഉടുപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുളകളോടുകൂടി പെൺകുതിരക്കൂട്ടത്തിന് തുല്യമായ പരാക്രമത്തോട് യുദ്ധം ചെയ്യുന്നവളുമായ ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. ധാരികാവധം. ധാരുമതി എന്ന അസുര സ്ത്രീയുടെ മകനാണ് ധാരികൻ. ഈ അസുരൻ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി ലോകത്തെ മുഴുവൻ ക്ലേശിപ്പിച്ചു. സ്ത്രീ അല്ലാതെ മറ്റാരും തന്നെ കൊല്ലരുതെന്നായിരുന്നു പ്രധാന വരം. ഒടുവിൽ ലോകരക്ഷയ്ക്കായി ധാരികനെ വധിക്കാൻ പരമശിവൻ തൻ്റെ കണ്ണിൽ നിന്നും ജനിപ്പിച്ച ദേവിയാണ് ഭദ്രകാളി. ദേവി ഹട്ടഹസിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലെത്തി ധാരികാസുരനുമായി ഘോര സമരം ചെയ്തു. ഒടുവിൽ ദേവി ധാരികൻ്റെ തല മുറിച്ച് കൈക്കലാക്കി. ആ തല തറയിൽ വീഴാതെ ഇന്നും ദേവി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈശ്വര ശക്തിയെ സമാശ്രയിച്ചുകൊണ്ട് ഒരു സത്യാന്വേഷി മനസ്സിൻ്റെ കടുത്ത ആസുര വാസനയെ ജയിക്കുന്നതിൻ്റെ കഥയും കൂടിയാണ് ഇത്. യുദ്ധത്തിന് മുൻപും പിൻപുമുള്ള മദ്യപാനത്തിനാണ് വീരപാനം എന്ന് പറയുന്നത്. വീരന്മാരുടെ പാനം എന്ന് ശബ്ദാർത്ഥം തെറുത്ത വെറ്റിലയാണ് വീടി. ദേവി വെറ്റിലപ്രിയാണെന്ന് പ്രസിദ്ധി. പാടീരം ചന്ദനം, ചൂചുകം മുലക്കണ്ണ്, ഷാഡി കഞ്ചുകം, കോടി പെൺകുതിര, കുടീരം താമസസ്ഥലം. ദേവിയുടെ ആനന്ദദായകമായ രൂപവർണ്ണനയാണ് മൂന്നാം പദ്യം. ശ്ലോകം 3. ബാലാർക്കായുധകോടി പാസുര കിരീടാമുക്തമുഗ്ധാളക ശ്രേണീ നിന്ദിതവാസിക മരുസരോജാകാഞ്ചലോരുശ്രിയം വീണാവാദന കൗശലാശയശയ ശ്രാനന്ദസന്ദായിനി അംബാമംബുജലോചനാമനുദിനം ശ്രീഭദ്രകാളീം ഭജേം. ഇതിലെ വാക്യാർത്ഥങ്ങൾ ഇപ്രകാരമാണ്. ബാലാർക്കായുധ കോടി ഭാസുര കിരീട മുക്ത മുഗ്ധാളക ശ്രേണി നിന്ദിതവാസിക മരുസരോജ കാഞ്ചലോരുശ്രിയം. അനേക കോടി പ്രഭാത സൂര്യന്മാരുടെ പ്രകാശം
ഒരുമിച്ച പോലെ വിളങ്ങുന്ന കിരീടത്തിനു താഴെ ചിതറിക്കിടക്കുന്ന മനോഹരമായ കുറുനിരക്കൂട്ടം കൊണ്ട് നിന്ദ്യമായ സംസാര കാനനം മുറിച്ചു തള്ളാനുള്ള കൊച്ചു വളഞ്ഞ കത്തികൾക്കുള്ള കാന്തി വഹിക്കുന്നവളും, മരുഭൂമിയിലെ കാനൽ പൊയ്കയിലുണ്ടായ ജലത്തിൻ്റെ ഉപരിതലത്തിലെ കാന്തി പോലെ വർദ്ധിച്ച കാന്തിയോട് കൂടിയവളും, വീണാവാദന കൗശലാശയശയ ശ്രാനന്ദ സന്തായിനി. വീണ വായനയ്ക്കുള്ള സാമർഥ്യം ഹൃദയത്തിൽ നിറഞ്ഞു തിങ്ങി അതിരറ്റ ആനന്ദം പ്രദാനം ചെയ്യുന്നവളും, അംബുജലോചനാം താമര പോലെ മനോഹരങ്ങളായ നയനങ്ങളോട് കൂടിയവളും, അംബാം ജഗന്മാതാവുമായ ശ്രീഭദ്രകാളീം ശ്രീഭദ്രകാളി ദേവിയെ അനുദിനം സദാസമയം ഭജേ ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: അനേക കോടി പ്രഭാത സൂര്യന്മാരുടെ പ്രകാശം ഒരുമിച്ച പോലെ വിളങ്ങുന്ന കിരീടത്തിനു താഴെ ചിതറിക്കിടക്കുന്ന മനോഹരമായ കുറുനിരക്കൂട്ടം കൊണ്ട് നിന്ദ്യമായ സംസ്കാര കാനനം മുറിച്ച് തള്ളാനുള്ള കൊച്ചു വളഞ്ഞ കത്തികൾക്കുള്ള കാന്തി വഹിക്കുന്നവളും, മരുഭൂമിയിലെ കാനൽ പൊയ്കയിലുണ്ടായ ജലത്തിൻ്റെ ഉപരിതലത്തിലെ കാന്തി പോലെ വർദ്ധിച്ച കാന്തിയോട് കൂടിയവളും, വീണാ വായനയ്ക്കുള്ള സാമർഥ്യം ഹൃദയത്തിൽ നിറഞ്ഞു തിങ്ങി അതിരറ്റ ആനന്ദം പ്രദാനം ചെയ്യുന്നവളും, താമര പോലെ മനോഹരങ്ങളായ നയനങ്ങളോട് കൂടിയവളും, ജഗന്മാതാവുമായ ശ്രീ ഭദ്രകാളി ദേവിയെ ഞാൻ സദാ ഭജിക്കുന്നു. ശ്രീ ഭദ്രകാളീം ഭജേ. ഈ ശ്ലോകത്തിൽ ദേവിയുടെ മുഖകാന്തിയാണ് ആദ്യമായി വർണ്ണിച്ചിരിക്കുന്നത്. 2 ഘടകങ്ങളാണിതിൽ പ്രധാനം. ഒന്ന് കിരീടവും മറ്റൊന്ന് കുറുനിരയും. അനേക കോടി സൂര്യന്മാരുടെ പ്രകാശം ഉൾക്കൊള്ളുന്നതാണ് കിരീടം. നെറ്റിത്തടത്തിൽ കിരീടത്തിനു താഴെ ചിതറിക്കിടക്കുന്നവയാണ് കുറുനിരകൾ. അവ നിന്ദ്യമായ സംസാര കാനനം മുറിച്ചു തള്ളാനുള്ള വളഞ്ഞ കത്തികൾ പോലെ ശോഭിച്ചു. നിന്ദിതവം നിന്ദ്യമായ കാട്, അസിക ചെറിയ കത്തി. അതുപോലെ മരുസരസിലെ ജലപ്പരപ്പിൻ്റെ വർദ്ധിച്ച കാന്തിയും കുറുനിരയ്ക്ക് ഉണ്ടായിരുന്നു. സൂര്യപ്രഭ തട്ടിയാണല്ലോ മരുവിൽ സരസിൻ്റെ തോന്നൽ ഉണ്ടാകുന്നത്. സരസിൻ്റെ ഉപരിതലം ചെറു കല്ലോലങ്ങളെ കൊണ്ട് ഇളകുന്നത് പോലെ കാണപ്പെടും. ഇവിടെ കിരീടമാകുന്ന സൂര്യൻ്റെ കാന്തി തട്ടിത്തിളങ്ങുന്ന നെറ്റിത്തടമാണ് മരുസരസിൻ്റെ തോന്നൽ ഉളവാക്കുന്നത്. അതിലെ ഉപരിതലത്തിലെ കല്ലോലങ്ങളെ പോലെയാണ് കുറുനിര. മരുസരോജ കാഞ്ചലോരു ശ്രീയം. മരുസരസിലുണ്ടായ ജലപ്പരപ്പിൻ്റെ കാന്തി പോലെ വർദ്ധിച്ച കാന്തിയോട് കൂടിയ ആ കാഞ്ചലം വെള്ളത്തിൻ്റെ ചുറ്റും വ്യാപിച്ച അഗ്രം. കം വെള്ളം, അഞ്ചല അഗ്രം, ആശയം ഹൃദയം, ശയം നിറഞ്ഞിരിക്കുന്നത്. ഒരേ ബ്രഹ്മശക്തി തന്നെയാണല്ലോ വിവിധ രൂപങ്ങളിൽ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ഏത് പേരിലായാലും ഒരു ദേവിയെ സ്തുതിക്കുമ്പോൾ മറ്റു ദേവീ രൂപങ്ങളെല്ലാം സ്തുതിക്കപ്പെടുക എന്നത് സാധാരണമാണ്. അങ്ങനെ 4-ാം പദ്യത്തിൽ മാതംഗി ദേവിയെയും മഹിഷാസുര മർദിനിയെയുമാണ്
സ്തുതിച്ചിരിക്കുന്നത്. ശ്ലോകം 4. മാതംഗശ്രുതിഭൂഷിണീ മധുധരീം വാണീ സുധാമോഷിണീം ഭ്രൂവിക്ഷേപകടാക്ഷവീക്ഷണ വിസർഗ ക്ഷേമസംഹാരിണീം മാതംഗീ മഹിഷാസുരപ്രമദിനീം മാധുര്യതുര്യാകര ശ്രീകാരോത്തരവാണി പങ്കജപുടീം ശ്രീഭദ്രകാളീം ഭജേം. ഈ പദ്യത്തിലെ വാക്യാർത്ഥങ്ങൾ: മാതംഗ ശ്രുതിഭൂഷിണി, ആനയുടെ ചെവി പോലുള്ള ചെവികൾ അണിഞ്ഞു ശോഭിക്കുന്നവളും. മധുധരി വാണി സുധാമോഷിണി, തേനൊഴുകുന്ന വാക്കുകൊണ്ട് അമൃതിനെ പോലും പരാജയപ്പെടുത്തുന്നവളും. ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗ ക്ഷേമ സംഹാരിണി, പുരികക്കൊടി ചലിച്ചുകൊണ്ടുള്ള നോട്ടത്താൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നവളും. മാതംഗി, ദക്ഷപുത്രിയായി ജനിച്ച് മാതംഗി എന്ന് പ്രസിദ്ധമായി തീർന്നവളും. മഹിഷാസുര പ്രമദിനി, യുദ്ധത്തിൽ മഹിഷാസുരനെ വധിച്ചവളും. മാധുര്യ തുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീം, ഭക്തരിൽ മാധുര്യ നിര തൂകി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠമായ താമര പോലെയുള്ള കൈത്തലത്തോടു കൂടിയവളുമായ ശ്രീഭദ്രകാളീം ഭജേ. ശ്രീഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: ആനയുടെ ചെവി പോലുള്ള ചെവികൾ അണിഞ്ഞു ശോഭിക്കുന്നവളും, തേനൊഴുകുന്ന വാക്കുകൊണ്ട് അമൃതിനെ പോലും പരാജയപ്പെടുത്തുന്നവളും, പുരികക്കൊടി ചലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നവളും, ദക്ഷപുത്രിയായി ജനിച്ച് മാതംഗി എന്ന് പ്രസിദ്ധിയായി തീർന്നവളും, യുദ്ധത്തിൽ മഹിഷാസുരനെ വധിച്ചവളും, ഭക്തരിൽ മാധുര്യ നിര തൂകി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠമായ താമര പോലെയുള്ള കൈത്തലത്തോടു കൂടിയവളുമായ ശ്രീഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. ശ്രീഭദ്രകാളീം ഭജേ. ദേവി ഭക്തന്മാർക്ക് കാരുണ്യനിധിയും ദുഷ്ടന്മാർക്ക് കഠോര രൂപിണിയുമാണ്. മാതംഗി എന്ന ദേവിയുടെ പേര് പ്രസിദ്ധമാണ്. ദക്ഷ പ്രജാപതിക്ക് ക്രോധവശ എന്ന പത്നിയിൽ ജനിച്ച മകളാണ് മാതംഗി. ഈ ദേവിയുടെ കുലത്തിലാണ് ആനകൾ പിറന്നത്. മതംഗങ്ങളുടെ കുലനായികയായതുകൊണ്ടാവാം മാതംഗി എന്ന് പേരുണ്ടായത്. ദേവിയുടെ ചെവികളും ആനയുടെ ചെവികൾ പോലെ വിശാലങ്ങളായിരുന്നു. ഭക്തന്മാരുടെ ഹൃദയം കുളിർപ്പിക്കുമാറ് അമൃതിനെ തോപ്പിക്കുന്ന മാധുര്യമുള്ള വാക്കുകളാണ് അമ്മ വർഷിക്കാറ്. അമ്മയുടെ കടാക്ഷ ചലനം കൊണ്ട് സംഭവിക്കുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ. ബ്രഹ്മശക്തിയുടെ സ്പന്ദന പ്രവാഹമാണ് പ്രപഞ്ചമെന്നാണല്ലോ ശാസ്ത്ര സിദ്ധാന്തം. രംഭൻ എന്ന അസുരന് ഒരു എരുമയിൽ ജനിച്ച മകനാണ് മഹിഷാസുരൻ. മഹിഷൻ അസുര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. വരപ്രസാദം കൊണ്ട് ശക്തനായ അയാൾ ത്രിലോകവും കീഴടക്കി. ത്രിമൂർത്തികൾക്ക് പോലും യുദ്ധത്തിൽ മഹിഷാസുരനെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെ ശക്തികൾ സമാഹരിക്കപ്പെട്ടു. അതിൽ നിന്നും ദേവി ജാതമായി. ദേവിയും മഹിഷാസുരനുമായി ഘോരയുദ്ധം നടന്നു. ഒടുവിൽ ദേവി വിഷ്ണു ചക്രം കൊണ്ട് അസുരന്റെ തല മുറിച്ച്
താഴെയിട്ടു. ഇതാണ് ദേവിയുടെ മഹിഷാസുര പ്രമഥനം. ദേവി കൈയെടുത്ത് അനുഗ്രഹിച്ചാൽ ഭക്തർക്ക് ആനന്ദവും ഐശ്വര്യവും അളവില്ലാതെ പെരുകുന്നു. അത്ര കണ്ട് ഭക്തവാത്സല്യം നിറഞ്ഞതാണ് താമര പോലെ മനോഹരമായ ദേവിയുടെ കൈത്തലം. ഭക്തരിൽ കാരുണ്യവും ദുഷ്ടരിൽ കഠോരതയും കലർന്ന ദേവീ രൂപം വീണ്ടും വർണ്ണിച്ചിരിക്കുന്നു. ശ്ലോകം 5. മാതംഗാനന ബാഹുലേയ ജനനീം മാതംഗത് സംഗാമിനീം ഛേദോഹാരിതനുച്ഛവീം ശബരിക ചക്ഷുഷ്മതീമംബികാം ജൃംഭത് പ്രൗഢനിസുംഭസുംഭമദിനീം അംഭോജഭൂഭൂജിതാം സമ്പത്സന്തതിദായിനീം കൃതി സദാ ശ്രീ ഭദ്രകാളീം ഭജേ. വാക്യാർത്ഥം ഇപ്രകാരമാണ്. മാതംഗാനന ബാഹുലേയ ജനനീ. ആനമുഖനായ ഗണപതിക്കും ഒന്നിലധികം മാതാക്കളാൽ വളർത്തപ്പെട്ട സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവളും മാതംഗ സംഗാമിനിയും ആനയെപ്പോലെ മന്ദമായി ഗമനം ചെയ്യുന്നവളും ചേതോഹാരി തനുച്ഛവി ആരുടെ മനസ്സിനെയും ആകർഷിക്കത്തക്ക രൂപലാവണ്യത്തോടു കൂടിയവളും ശബരിക ചക്ഷുഷ്മതി പരൽമീൻ പോൽ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവളും അംബിക ജഗത് മാതാവും ജൃംഭത് പ്രൗഢ നിസുംഭ സുംഭമദിനി വരബലം കൊണ്ട് അഹങ്കരിച്ച നിസുംഭ സുംഭന്മാരെന്ന അസുരന്മാരെ യുദ്ധത്തിൽ വധിച്ചവളും അംഭോജ ഭൂപൂജിത ബ്രഹ്മാവിനു പോലും പൂജയും സമ്പത് സന്തതി ദായിനി ഭജിക്കുന്നവർക്ക് സമ്പത് ഭാഗ്യവും സന്താന ഭാഗ്യവും കനിഞ്ഞരുളുന്നവളും ആയ ശ്രീ ഭദ്രകാളീം ശ്രീ ഭദ്രകാളി ദേവിയെ ഹൃദി സദാ ഭജേ ഞാൻ ഹൃദയത്തിൽ സദാ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: ആനമുഖനായ ഗണപതിക്കും ഒന്നിലധികം മാതാക്കളാൽ വളർത്തപ്പെട്ട സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവളും ആനയെപ്പോലെ മന്ദമായി ഗമനം ചെയ്യുന്നവളും ആരുടെ മനസ്സിനെയും ആകർഷിക്കത്തക്ക രൂപ ലാവണ്യത്തോടു കൂടിയവളും പരൽമീൻ പോലെ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവളും ജഗന്മാതാവും വരബലം കൊണ്ട് അഹങ്കരിച്ച നിസുംഭ സുംഭന്മാരെന്ന അസുരന്മാരെ യുദ്ധത്തിൽ വധിച്ചവളും ബ്രഹ്മാവിനു പോലും പൂജയും ഭജിക്കുന്നവർക്ക് സമ്പത് ഭാഗ്യവും സന്താന ഭാഗ്യവും കനിഞ്ഞരുളുന്നവളുമായ ശ്രീ ഭദ്രകാളി ദേവിയെ ഞാൻ ഹൃദയത്തിൽ സദാ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. ശ്രീ ഭദ്രകാളീം ഭജേ. മാതംഗാനനൻ ആനയുടെ മുഖമുള്ളവൻ. പരമശിവനും പാർവതിയും കൊമ്പൻ ആനയുടെയും പിടിയാനയുടെയും രൂപം ധരിച്ച് കാട്ടിൽ രസിച്ചു നടന്ന കാലത്തുണ്ടായ മകനാണ് ഗണപതി. അതുകൊണ്ടാണ് ഗണപതി ആനമുഖൻ ആയത്. ഗണപതിയുടെ മുഖം ആനയുടേതുപോലെ ആയതിന് ചിലർ വേറെ ചില കാരണങ്ങളും പറയുന്നുണ്ട്. ബഹുലകളാൽ അനേകം അമ്മമാരാൽ വളർത്തപ്പെട്ടവനാണ് ബാഹുലേയൻ. കൃത്തിക തുടങ്ങിയ 6 അമ്മമാരാണ് സുബ്രഹ്മണ്യനെ വളർത്തിയത്. നിസുംഭ സുംഭന്മാർ സഹോദരന്മാരായ 2 അസുരന്മാരാണ്. ശിവന്റെ വരബലം കൊണ്ട് അഹങ്കരിച്ച ഇവർ ലോകത്തെ മുഴുവൻ
വല്ലാതെ പേടിപ്പിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ ദുർഗ ഇവരെ വധിച്ചു. ഭജിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അരുളുന്നവളാണ് ദേവി. തികച്ചും ആനന്ദസ്വരൂപിണിയായി ഭക്തഹൃദയങ്ങളെ കുളിർപ്പിക്കുന്ന ദേവിയെയാണ് ഇനിയും സ്തുതിക്കുന്നത്. ശ്ലോകം 6. ആനന്ദൈകതരംഗിണീമമലഹൃന്നാളീകഹംസീമണീം പീനോത്തുംഗഗനസ്തനാം ഗനലസത് പാടീരപങ്കോജ്വലാം ക്ഷൗമാവീതനിദംബബിംബരസനാസ്രോതക്കൊണത്കിങ്ങിണീം മേണാം കാംബുജഭാസുരാസ്യ നയനാം ശ്രീഭദ്രകാളീം ഭജേ. വാക്യാർത്ഥം ഇപ്രകാരമാണ്. ആനന്ദൈക തരംഗിണി, ആനന്ദത്തിൻ്റെ മാത്രം തിരതള്ളൽ ഉൾക്കൊള്ളുന്നവളും, അമല ഹൃന്നാളീക ഹംസീമണി, സജ്ജനങ്ങളുടെ ഹൃദയമാകുന്ന താമരയിൽ അരയന്നപ്പിടയായി വിളങ്ങുന്നവളും, പീനോത്തുംഗ ഘനസ്തന, തടിച്ചുയർന്ന് ഇടതിങ്ങിയ മാർവിടത്തോടു കൂടിയവളും, ഘനലസത് പാടീര പങ്കോജ്വലാം, കട്ടിയായി പുരട്ടിയിരിക്കുന്ന ചന്ദന ചാർത്തുകൊണ്ട് ശോഭിക്കുന്നവളും, ക്ഷൗമാവീതനിധം ബഭിം ബരശനാശ്രുതക്കൊണക്കിങ്ങിണീം, പട്ടുകൊണ്ട് പൊതിഞ്ഞ അരക്കെട്ടിലെ അരഞ്ഞാണിൽ കോർത്തിട്ടുള്ള കിലങ്ങുന്ന കിങ്ങിണിയോട് കൂടിയവളും, ഏണാങ്കാംബുജ ഫാസുരാസ്യ നയന, ചന്ദ്രൻ താമര എന്നിവ പോലെ വിളങ്ങുന്ന മുഖത്തോട് കൂടിയവളുമായ ശ്രീഭദ്രകാളീം ഭജേ. ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: ആനന്ദത്തിൻ്റെ മാത്രം തിരതള്ളൽ ഉൾക്കൊള്ളുന്നവളും, സജ്ജനങ്ങളുടെ ഹൃദയമാകുന്ന താമരയിൽ അരയന്നപ്പിടയായി വിളങ്ങുന്നവളും, തടിച്ചുയർന്ന് ഇടതിങ്ങിയ മാർവിടത്തോടു കൂടിയവളും, കട്ടിയായി പുരട്ടിയിരിക്കുന്ന ചന്ദനച്ചാർത്തുകൊണ്ട് ശോഭിക്കുന്നവളും, പട്ടുകൊണ്ട് പൊതിഞ്ഞ അരക്കെട്ടിലെ അരഞ്ഞാണിൽ കോർത്തിട്ടുള്ള കിലുങ്ങുന്ന കിങ്ങിണികളോടു കൂടിയവളും, ചന്ദ്രൻ താമര എന്നിവ പോലെ വിളങ്ങുന്ന മുഖത്തോടു കൂടിയവളുമായ ശ്രീഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. ശ്രീഭദ്രകാളി ഭജേ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ക്രൂരയായും ഭയാനകയായും ഭീഭസ്തയായും ഒക്കെ തോന്നാമെങ്കിലും ദേവി സ്വയം സദാ ആനന്ദരൂപിണിയാണ്. ഭജിക്കുന്ന ഭക്തന്മാർക്ക് ആനന്ദസുധാവർഷമായി ദേവി ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യും. സച്ചിദാനന്ദ രൂപിണിയായ അമ്മ സത്യാന്വേഷികളുടെ ഹൃദയമാകുന്ന താമരയിൽ അരയന്നപ്പിട പോലെ സദാ തത്തിക്കളിക്കുന്നു. ധ്യാനനിമഗ്നമാകുന്ന ഹൃദയം അമ്മയുടെ ശാന്തശീതളമായ സാന്നിധ്യം ഉള്ളിൽ അനുഭവിച്ചറിയുന്നു. മുഖത്തെ ചന്ദ്രനോടും താമരയോടും ഉപമിക്കുന്നത് കാന്തി, സൗരഭ്യം തുടങ്ങിയ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കാനാണ്. സംസാരഘോര ദുരിതം മാറ്റിത്തരാനാണ് ഇനിയും ദേവിയോട് അപേക്ഷിക്കുന്നത്. ശ്ലോകം 7. കാളാംബോധകളായ കോമളതനു ഛായാശിതീപൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസൻ മാലാഖിലൻ മൗക്തികാം നാഭീകൂപസരോജനാളവിലസച്ഛാദോദരീശാവധീം
ദൂരീകുർവയി ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേ. ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം: കാളാംബോധകളായ കോമളതനുച്ഛായാ ശിരീഭൂതിമത് സംഖ്യാനാന്തരിത സ്തനാന്തരലസൻ മാലാഖിലൻ മൗക്തികാം. കാർമേഘത്തിൻ്റേതുപോലെ കറുത്ത കോമളമായ ദേഹകാന്തി തട്ടി നീലവർണ്ണമായതും കാണത്തക്കവണ്ണം മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുലകളുടെ മധ്യത്തിൽ ശോഭിക്കുന്നതുമായ മാലയിലെ വെൺമുത്തുകൾ കൊണ്ട് തിളങ്ങുന്നവളും നാഭീകൂപ സരോജ നാളവില സച്ചാദോധരീ ശാബതി. പൊക്കിൾത്തടമാകുന്ന കിണറ്റിൽ പൊങ്ങി നിൽക്കുന്ന താമരയുടെ തണ്ടാണോ എന്ന് തോന്നുമാറ് വിളങ്ങുന്ന കൃഷ്ണമായ ഉദരത്തോടു കൂടി ഈശഭഗ്നിപദത്തിൽ ശോഭിക്കുന്നവളുമായ ശ്രീഭദ്രകാളീം ഭജേ. ശ്രീഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. ഐ ദേവി, അല്ലയോ ദേവി, ഘോര ദുരിതം ദൂരീകരൂ. ഘോരമായ ഈ സംസാര ദുഃഖം അകറ്റിത്തരിക. ഈ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം: കാർമേഘത്തിൻ്റേതുപോലെ കറുത്തു കോമളമായ ദേഹകാന്തി തട്ടി നീലവർണ്ണമായതും കാണത്തക്കവണ്ണം മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുലകളുടെ മധ്യത്തിൽ ശോഭിക്കുന്നതുമായ മാലയിലെ വെൺമുത്തുക്കൾ കൊണ്ട് തിളങ്ങുന്നവളും പൊക്കിൽ തടമാകുന്ന കിണറ്റിൽ പൊങ്ങി നിൽക്കുന്ന താമരയുടെ തണ്ടാണോ എന്ന് തോന്നുമാറ് വിളങ്ങുന്ന കൃശമായ ഉദരത്തോടുകൂടി ഈശപത്നീപദത്തിൽ ശോഭിക്കുന്നവളുമായ ശ്രീ ഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. അല്ലയോ ദേവി, ഘോരമായ സംസാര ദുഃഖം അകറ്റിത്തരിക. ശ്രീ ഭദ്രകാളി ഭജേ. ദേവി ഒരു വെൺമുത്തുമാല മാർവിടത്തിൽ ധരിച്ചിരിക്കുന്നു. കിലൻ മൗക്തിക, വെൺമുത്ത്. പക്ഷേ കാർമേഘത്തിൻ്റേതുപോലെ കറുത്തു കോമളമായ തനു കാന്തി തട്ടി വെൺമുത്തുമാലയുടെ നിറവും ഏതാണ്ട് നീലിച്ചു പോയിരിക്കുന്നു. ദേവിയുടെ ദേഹകാന്തി അതിശയധ്വനി. ഈശാപതി, ഈശാസ്ഥാനം അലങ്കരിക്കുന്നവൾ. ഈശ, ഈശപത്നി. ദേവി ഉണ്ടാക്കിത്തീർക്കുന്ന സംസാര ദുരിതം ദേവിയുടെ കാരുണ്യം കൊണ്ടേ ഒഴിഞ്ഞുകിട്ടു. സത്യദർശികൾക്കെല്ലാം ആരാധ്യയാണ് ദേവിയെന്ന് വിവരിച്ചുകൊണ്ട് സ്തോത്രം ഉപസംഹരിക്കാൻ ഒരുമ്പെടുന്നു. ശ്ലോകം 8. ആത്മീയസ്തന കുംഭകുങ്കുമരജ പങ്കാരുണാലങ്കൃത ശ്രീഖണ്ഡോ രസപൂരിഭൂതിമമരീം കോടീരഹീരായിതാം വീണാപാണി സനന്ദനന്ദിതപദാം മേണീവിശാലേക്ഷണം വേണീഹ്രീണിതകാളമേഘപടലീം ശ്രീഭദ്രകാളീം ഭജേ. വാക്യാർത്ഥം ഇപ്രകാരമാണ്: ആത്മീയസ്തന കുംഭകുങ്കുമരജ പങ്കാരുണാലങ്കൃത ശ്രീഖണ്ഡോരസ ഭൂരിഭൂതിം. സ്വന്തം മുലത്തടത്തിൽ നിന്നുള്ള കുങ്കുമപ്പൊടി ചാർത്തിലെ ചുവപ്പ് നിറം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ശിവന്റെ മാർവിടത്തിൽ നിന്നും വേണ്ടുവോളം ഭസ്മം സ്വദേഹത്തിൽ പകർന്നെടുത്തവളും അമരീം കോടീര ഹിരായിതാം. ദേവസുന്ദരിമാരുടെ ശിരോരത്നമായി വിളങ്ങുന്നവളും വീണാപാണി സനന്ദ നന്ദിതപദാം. നാരദൻ
സനന്ദൻ തുടങ്ങിയ മുനിമാരാൽ സ്തുതിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയവളും ഏണീം വിശാലേക്ഷണാം മാൻപേടയുടെ നയനം പോലെ മനോഹരങ്ങളായ നയനങ്ങളോട് കൂടിയവളും വേണീ ഹ്രീണിത കാളമേഘപടലിയും മുടിച്ചാർത്തുകൊണ്ട് ലജ്ജാനാമ്രങ്ങളാക്കപ്പെട്ട കാർമേഘപടലത്തോട് കൂടിയവളുമായ ശ്രീ ഭദ്രകാളിയും ഭജേ. ശ്രീ ഭദ്രകാളി ദേവിയെ ഞാൻ ഭജിക്കുന്നു. ശ്രീ ഭദ്രകാളിയും ഭജേ. ശിവനുമായി ഗാഢാലിംഗന ബന്ധയായിട്ട് തൻ്റെ മാറിലെ കുങ്കുമച്ചാർത്ത് ശിവന് പകർന്നു കൊടുത്തിട്ട് ശിവൻ പൂശിയിരിക്കുന്ന ഭസ്മം തൻ്റെ ദേഹത്തിൽ പകർന്നെടുക്കുന്നവളാണ് ദേവി. ശക്തിയായ പ്രകൃതി തൻ്റെ ജഡാംശത്തിൻ്റെ രജസ് പുരുഷന് പകർന്നിട്ട് പുരുഷൻ്റെ ബോധാംശം തന്നിലുടനീളം ഏറ്റുവാങ്ങുന്നവളാണ് എന്നു ഭാവം. ദേവി മഹാത്മ്യം നല്ലപോലെ അറിയുന്നവരാണ് നാരദൻ, സനന്ദൻ തുടങ്ങിയ മുനീന്ദ്രന്മാർ. അങ്ങനെയുള്ള ദേവി ആർക്കും അഭിഷ്ടപ്രദയാണ്. ഫലശ്രുതി. വിശിഷ്ടമായ ദേവീസ്തവം രചിച്ചിട്ട് ഇത് ചൊല്ലി ദേവിയെ വാസിക്കുന്നവർക്കുണ്ടാകുന്ന ഫലത്തെ വിവരിക്കുകയാണ് സത്യദർശിയായ ഗുരു ഫലശ്രുതി പദ്യത്തിൽ. ഫലശ്രുതി. ദേവീപാദപയോജപൂജനമിതിം ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഗഗനാനിലായിതമിദം പ്രാതപ്രകേയം പഠൻ ശ്രേയ ശ്രീശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീ മനപായിനീം ഗതിമയൻ സ്വയം സുഖീ വർത്തതേ. ഫലശ്രുതിയിലെ വാക്യാർത്ഥം. ഇതി ഇപ്രകാരം രോഗൗഘാഘ ഗഗനാ നിലായിതം രോഗസമൂഹ രൂപത്തിലുള്ള പാപമാകുന്ന കാർമേഘ പടലത്തിന് കാറ്റായി വർത്തിക്കുന്നതും ദേവീപാദ പയോജ പൂജനം ദേവിയുടെ കാൽ താമരയെ ഉപാസിക്കാനുള്ളതുമായ ഇതം ശ്രീഭദ്രകാളി അഷ്ടകം 8 ശ്ലോകങ്ങളടങ്ങിയ ഈ ഭദ്രകാളി സ്തോത്രം പ്രാത പ്രകേയം വെളുപ്പിന് ചൊല്ലാവുന്നതാണ്. പടൻ ഇത് ചൊല്ലുന്നയാൾ ശ്രേയ ജീവിതത്തിൽ ഉയർച്ചയും അമലം കളങ്കം പുരളാത്ത ശ്രീശിവകീർത്തി സമ്പദം ശുഭമായ കീർത്തി സമ്പത്തും സംപ്രാപ്യ ആർജിച്ചു സമ്പന്മയീം ആനന്ദമയവും അനപായിനീം അഴിവില്ലാത്തത് ശ്രീദേവീം ഈശ്വരോന്മുഖമായ ഗതിം അയൻ ലക്ഷ്യത്തിലെത്തി സ അയം ആ ഭക്തൻ സുഖീ വർത്തതേ ആത്മസുഖം അനുഭവിക്കുന്നവനായി തീരാൻ ഇടവരുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം. ഇപ്രകാരം രോഗസമൂഹ രൂപത്തിലുള്ള പാപമാകുന്ന കാർമേഘ പടലത്തിന് കാറ്റായി വർത്തിക്കുന്നതും ദേവിയുടെ കാൽ താമരയെ ഉപാസിക്കാനുള്ളതുമായ 8 ശ്ലോകങ്ങളടങ്ങിയ ഈ ഭദ്രകാളി സ്തോത്രം വെളുപ്പിന് ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുന്നയാൾ ജീവിതത്തിൽ ഉയർച്ചയും കളങ്കം പുരളാത്ത ശുഭമായ കീർത്തി സമ്പത്തും ആർജിച്ച് ആനന്ദമയവും അഴിവില്ലാത്തതും ഈശ്വരോന്മുഖവുമായ ലക്ഷ്യത്തിലെത്തി ആ ഭക്തൻ ആത്മസുഖം അനുഭവിക്കുന്നവനായി തീരാൻ ഇടവരുന്നു. സ്വയം സുഖീ വർത്തതേ സുഖമാണല്ലോ സകലുടെയും പരമമായ ജീവിത ലക്ഷ്യം. ഈ ഭദ്രകാളി സ്തോത്രം ദിവസവും
കാലത്ത് ചൊല്ലി ദേവിയെ ഉപാസിക്കുന്നവർക്ക് സുഖം അനുഭവിക്കാൻ കഴിയും. സുഖം അനുഭവിക്കാൻ മറ്റു പല ഉപായങ്ങളും ഇല്ലേ? അതിനു സ്തോത്രം ചൊല്ലണോ? മറ്റു ഉപായങ്ങൾ കൊണ്ട് നേടുന്ന ലൗകിക സുഖമല്ല ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. ഈ ഉപാസന കൊണ്ട് കിട്ടുന്നത് ഉപാസകന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനോട് അടുക്കുന്നതിലുള്ള സുഖമാണ്. എന്താണ് ഈ സുഖത്തിന് വിശേഷം? അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ള സുഖങ്ങളെപ്പോലെ ഇത് വിട്ടുപോകുകയില്ല. ഭൗതികവും ആധ്യാത്മികവുമായ ഉയർച്ചയെ ഉണ്ടാക്കിക്കൊണ്ടുള്ള സുഖമായിരിക്കും ഇത്. എങ്ങനെയാണിത് സാധിക്കുക? കർമ്മവാസന നീങ്ങി ചിത്തം ശുദ്ധിയായ ആൾക്കേ ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റൂ. രാഗദ്വേഷങ്ങളാണ് കർമ്മവാസനകൾ. ആത്മസുഖത്തെ തടയുന്നത് കൊണ്ട് അവ പാപമാണ്. സ്തോത്രം ചൊല്ലി ദേവിയിൽ ഏകാഗ്രപ്പെടുന്ന ചിത്തത്തിൽ നിന്നും കാറ്റു തട്ടി മേഘങ്ങൾ ഒഴിഞ്ഞു മാറുന്ന പോലെ രാഗദ്വേഷ പാപങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ്. ഈ സ്തോത്രം ആർക്കും എപ്പോഴും ചെല്ലാവുന്നതാണ്. എങ്കിലും പ്രാതകാലം സ്തോത്രപാരായണത്തിനും ധ്യാനത്തിനും പറ്റിയ സമയമായതുകൊണ്ട് അതെടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. വിശിഷ്ടമായ ഈ സ്തോത്രം രചിച്ച് ഉപാസനാഫലവും വെളിപ്പെടുത്തി തന്ന പരമഗുരുവിനെ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതുവരെ ഈ കൃതി ഗ്രഹിക്കാൻ ശ്രമിച്ച ഏവരെയും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമാപ്തം.